Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Neela Catters. Sponsored by Red Chillies Catering. Co-powered by St. Mary's Group of Institutions. Co-presents വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ റാഫേൽ സിൽവർ വിങ്സ്. എല്ലാം തകർന്നു നിൽക്കുമ്പോഴും കൈവിടാത്ത ഒരു വിശ്വാസമുണ്ട്. ഇനി എല്ലാം ശരിയാകും, എല്ലാം നേരെയാകും എന്ന ഒരു പ്രതീക്ഷ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അടുത്തറിയാമെന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വ്യത്യസ്തമായ രുചികൾ തേടി അലയുന്നവരാണ് നമ്മൾ മലയാളികൾ. സോ അത്തരം വ്യത്യസ്തമായ ഒരു രുചിയിടത്തിലാണ് ഇന്ന് ഞാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ മാട്ടൂരിലെ കായൽ തീരം പാർക്ക് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഒരുപാട് രുചിവിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്ക്. ഫ്രഷ് ഫിഷ് ലൈവായിട്ട് കുക്ക് ചെയ്യുക എന്നതാണ് കായൽ തീരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല അറബിക്, അതുപോലെ കോണ്ടിനെൻ്റൽ, അഫ്ഗാനി എന്നീ വ്യത്യസ്തമായ മസാല കൂട്ടുകളൊക്കെയാണ് ഈ ഫിഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ്. ആക്ച്വലി നമ്മുടെ കായൽ തീരത്ത് വന്നാൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ളത്, വിശ്രമിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. യെസ്, റൂംസ് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ അത് നമ്മൾ അറിയണമെങ്കിൽ, എന്താണ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേരിട്ട് തന്നെ വരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കായൽ തീരം റെസ്റ്റോറൻറ്റിൻ്റെ സാരഥി, അതുപോലെ മാനേജിംഗ് ഡയറക്ടറായ അബ്ദുൽ മജീദ് സാറിനോടൊപ്പമാണ്. എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന ഹാജിക്കയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ഹലോ, നമസ്കാരം. ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഹാജിക്ക ഇങ്ങനെ ഒരുപാട് പേര് എല്ലാവരും ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്യോർ ഹാർട്ടോട് കൂടി ഇങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആതിഥേയത്വം വഹിക്കുന്നത് തന്നെയാണ് ഇത്തരം ഒരു റെസ്റ്റോറൻറ്റ് എന്ന ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഇതിലേക്ക്, മോട്ടീവിലേക്ക് എത്തിയത്. എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷമായി. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടായത് ഗൾഫിലായിരുന്നു. അവിടെയും ഹോട്ടൽ ബിസിനസ്സാണ് ചെയ്തത്. അവിടെ ഒരു 38 വർഷത്തോളം അവിടെ ഹോട്ടൽ ബിസിനസ്സാണ്. അതിൻ്റെ പേര് എയർലൈൻസ് റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേരുണ്ടായത്. ഇവിടെ കൊറോണയുടെ ടൈമിൽ ഇവിടെ വന്നപ്പോൾ പിന്നെ വെറുതെ ഇരിക്കേണ്ടതെന്ന് തോന്നിയപ്പോൾ ഇങ്ങനൊരു പ്ലേസ് ഇല്ലതുകൊണ്ട് ഞാനിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ചെറിയ രീതിയിൽ തുടങ്ങിയത്, പക്ഷേ ജനങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഇത് ഈ നിലയിലെത്തിച്ചു. ഇപ്പം സീ ഫുഡായിട്ട് കുറച്ച് മോശമില്ലാതെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. സീ ഫുഡ് ഇങ്ങനെ ലൈവായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് ഏതാണോ അത് നോക്കി എടുത്തിട്ട് അന്നേരം തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് അവർ ടേബിളിൽ എത്തിച്ചു. അതിനുള്ള നല്ല സ്റ്റാഫുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത്? ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. പിന്നെ ചില സമയം ഗാനമേള നടക്കുന്നുണ്ട്. ഓൾ ഇൻ ഓൾ പാക്കാണ് കായൽ തീരം. അല്ല, തൽക്കാലം ഒരാൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, കുറച്ച് ദൂര യാത്രയിൽ വന്നു കഴിഞ്ഞാൽ തൽക്കാലം താമസിക്കാനുള്ള റൂമുണ്ട്. അതേപ്രകാരം മോശമില്ലാതെ ഫുഡും ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇപ്പം നല്ലത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസ് ഏരിയ ഉണ്ട്, നമസ്കരിക്കാനുള്ള റൂമുണ്ട്, അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഗ്രാമപ്രദേശമല്ല. അപ്പോൾ അതാ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ബെറ്റർ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബെറ്റർ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഫ്യൂച്ചർ പ്രോജക്റ്റിലേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ? ഒരു പരിപാടിയില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് കാലം പോകുന്നിടത്തോളം പോട്ടെ, അത്രയുള്ളൂ. അതായത് അത്രേ ആഗ്രഹമുള്ളൂ. ഇനി ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹമൊന്നുമില്ല. ആവശ്യം പോലെയുള്ള ബിസിനസ് ഗൾഫിൽ ചെയ്തിട്ട് വന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും വർഷം, അറൗണ്ട് ഒരു 38 ഇയേഴ്സ് ഇങ്ങനെ മനുഷ്യന്മാരിലേക്ക്, ആൾക്കാരിലേക്ക് നമ്മുടെ രുചി വിളമ്പിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട്, ഈ ഒരു 38 ഇയേഴ്സ് ഇങ്ങനെ കൊണ്ടുവന്നതിൻ്റെ ഒരു സീക്രട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞങ്ങളെ ഫുഡിനെ പറ്റി അഭിപ്രായം ഉള്ളതുകൊണ്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഗൾഫിലുള്ള സമയത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ഞങ്ങൾക്കാണ് നല്ലൊരു പേരുള്ളൊരു റെസ്റ്റോറൻ്റായിരുന്നു, അറിയപ്പെടുന്നൊരു റെസ്റ്റോറൻ്റായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ, ഞാൻ പറഞ്ഞ മാതിരി പല ആൾക്കാരും നല്ല പിന്നത് സാധാരണയുള്ള ആൾക്കാരായിട്ട് വന്നൊരു ഫുഡ് കഴിച്ചിട്ട് പോയതും. പിന്നെ കുഴപ്പമില്ലാതെ 38 വർഷം അവിടെ നടന്ന് ബിസിനസ് ചെയ്തു. പിന്നെ ജനങ്ങളെ സപ്പോർട്ട്
അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഓക്കെ, ഇതാണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. തീർച്ചയായും തുടർന്ന് അങ്ങോട്ടും ഈ ഒരു സപ്പോർട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഒരുപാട് ഇടങ്ങളിലേക്ക് ഒരുപാട് മനസ്സിനെയും വയറിനെയും ഒരുപോലെ നിറയ്ക്കാൻ കഴിയട്ടെ. ഞാൻ എൻ്റെ ഇതിലെ ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ ഫുഡ് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. കായൽത്തീരം റെസ്റ്റോറൻറ്റ് കുറേ കാലങ്ങളായി കേൾക്കുന്നു ഇത്. പക്ഷേ ഞാൻ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഞങ്ങളിവിടെ പോയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വളരെ നല്ല ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് എൻ്റെ ഫാമിലി എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നൊരു സമയമായിരുന്നു. സോ എന്തായാലും ഈ ഉച്ച സമയത്ത് ഇവിടെ ഓപ്പൺ ആകും എന്ന് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഈവനിങ് ടൈമിൽ ഇവിടെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം, ലൈവാണ്. സോ എന്തായാലും ഉച്ചയ്ക്ക് ഇവിടെ വിളിച്ചപ്പോൾ അവർ പോരാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒത്തിരി ഇഷ്ടം തോന്നി. കാരണം വെച്ചെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മുടെ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ട് എന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ. ഞങ്ങൾ പല പ്രാവശ്യം ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോലും കയറാൻ പറ്റിയിട്ടില്ല. വളരെ നല്ലതാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ നമ്മുടെ ലൈവ് ചെയ്യുന്നത് കണ്ടു. ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നി. നമ്മളൊരു കുറഞ്ഞ സമയം കൊണ്ട് വളരെ ടേസ്റ്റി ഫുഡ്. കാരണം വെച്ചെന്നുണ്ടെങ്കിൽ കുട്ടികളൊന്നും നോക്കൂ, മസാല ഒന്നും ഇവർക്ക് വലിയ ഇഷ്യൂസൊന്നുമില്ല. കാണാനും നല്ലത്, കഴിക്കാനും നല്ലത് എന്നുള്ളതാണ്. ഫുഡ് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. കാരണം വെച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്താലും ടൈം പോകുന്ന അറിയുന്നില്ല. ഞാനിപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്, ഇന്ന് നൈറ്റിന് കയറാനുള്ളതാണ്. പക്ഷേ എന്നാലും ഒരു ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫുഡ് നല്ലതാണ്. ചിക്കനൊക്കെ നല്ല സ്വീറ്റും സ്പൈസിയും അതെ. പിന്നെ ഈ ചോറ് നല്ലപോലെ ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് വെച്ചിട്ട് കഴിച്ച് നോക്കി നല്ലതായിരുന്നു. നല്ല ഫുഡാണ്. പിന്നെ ഫസ്റ്റ് പ്ലേ ഗ്രൗണ്ടിൽ പോകണമെന്നായിരുന്നു, ഇവർ വിടാത്തതുകൊണ്ടാണ്. ചിന്ന ചിന്ന ആസെ സിരകടിക്കും ആസെ മുത്തമുത്താസെ മുടിந்த വിതാസെ വെണ്ണിലവ് തൊട്ട മുത്തമിടാസെ ഇന്നന്ത ഭൂമി സുക്ഷിവരാസെ ചിന്ന ചിന്ന ആസെ. അപ്പോൾ കായൽത്തീരം റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു. സോ നിങ്ങൾക്കും ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നേരിട്ട് തന്നെ നമ്മുടെ കായൽത്തീരം റെസ്റ്റോറൻറ്റിലേക്ക് വരിക. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ജിംന കാർത്തിക. വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ വാഗ്ദാനങ്ങളുമായി ഒരുപാട് പേര് വരും. ബട്ട് ഈ കാര്യത്തിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രം. റാഫേൽ സിൽവർ വീൽസ്. ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ യാത്രയിലെ ഓരോ ഘട്ടത്തിലും OET മുതൽ CGFNS, IQN, OSCE, വിസ പ്രോസസ്സിംഗ് തുടങ്ങി അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി മൈൻഡ്രിയുടെ വളരെ ഡെഡിക്കേറ്റഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഒരു ടീം തന്നെയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രൊമെട്രിക് എക്സാംസും ഡേറ്റ ഫ്ലോയും USA, കാനഡയ്ക്ക് വേണ്ടിയുള്ള NCLEX RN എക്സാംസും അതിൻ്റെ പേപ്പർ വർക്ക്സും UK CBT പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതുവരെ 4000-ലധികം നഴ്സുമാരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ മൈൻഡ്രിയുടെ വിശ്വസ്തതയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും നിറവേറ്റാനായി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. കൂടുതൽ ഇൻഫർമേഷനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമെൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ അതല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിലോ അതല്ലെങ്കിൽ നമ്മളുടെ അറിയാവുന്നവരൊക്കെ തന്നെ മിക്കവരും പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവരും തന്നെ. പക്ഷെ പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് നമ്മളിങ്ങനെ നോക്കി തന്നെ കാണാൻ പറ്റുന്ന ഒരൊറ്റ പേരേ ഉള്ളൂ, അത് സാന്റാ മോണിക്കയാണ്. സോ ഇന്ന് നമ്മൾ കൊച്ചിയിലെ സാന്റാ മോണിക്കയുടെ ഓഫീസിലാണ് ഉള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി വാച്ച്. നമുക്ക് സെഗ്മെൻറ്റിലേക്ക് പോവാം.
ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസിൽ തന്നെ നമ്പർ 1 ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന, ഇന്ത്യയിൽ നിന്നല്ല നമ്മളുടെ ഇൻ്റർനാഷണൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്പർ 1 ആണെന്ന് തന്നെ പറയാൻ പറ്റുന്ന സാന്റാ മോണിക്കയുടെ അമരക്കാരനായിട്ടുള്ള ഡെന്നി തോമസ് വട്ടക്കുന്നിൽ സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സാറിനെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. സോ നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ സർവീസ് കൊടുക്കുന്ന ആൾക്കാർ, ഗ്ലോബലി കൊടുക്കുന്ന ആൾക്കാർ അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും ഒരു ലോങ് ജേർണി നമ്മളുടെ സാന്റാ മോണിക്കയ്ക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2002 സ്റ്റാർട്ട് ചെയ്തതാണെന്ന് നമുക്കറിയാം. സോ ഈ ഒരു 24 ഇയേഴ്സ് ആവുന്ന ഈ ഒരു ജേർണിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സാറിനെ കൂടുതലും ഈ ഒരു എഡ്യൂക്കേഷണൽ ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് കുറച്ചുകൂടെ വലുതാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്? ആ ഒരു ജേർണി ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ ഒരു തോട്ട് സാറിലേക്ക് വരുന്നത്? സാന്റാ മോണിക്ക തുടങ്ങുന്നത് തന്നെ 2000-ന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ 90-ന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്തേക്ക് ജോലി തേടി. ഇപ്പോൾ ഗൾഫ് മാറിയിട്ട് അത്രയും കാലം ആൾക്കാരെല്ലാവരും യാത്ര ചെയ്തിരുന്നു, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് പോയിരുന്ന ഗൾഫ് മേഖലകളാണ്. അതിനുശേഷം 2090-ന്റെ ഒരു പകുതി 90-95 കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്ത് മറ്റ് വെസ്റ്റേൺ കൺട്രികളിൽ ജോലി തേടി പോയത്. പക്ഷെ അത് മുഴുവനും ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ആൾക്കാരാണെന്ന് പോയത്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറൊക്കെ ഉണ്ട്, നമുക്ക് മറ്റു മേഖലയിലുള്ളവർക്ക് എന്താണ് അവസരം. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും, എന്നാൽ നേരിട്ട് ജോലി കിട്ടാൻ ഈ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ നേരിട്ട് ജോലി കിട്ടാൻ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. പക്ഷേ പകരം അവിടെ ഒരു കോഴ്സ് പഠിക്കുകയും ആ കോഴ്സിനെ തുടർന്ന് അവിടെ സ്റ്റേ ബാക്ക് കിട്ടുകയും അവിടെ തന്നെ ജോബ് കിട്ടാനും അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടി അവിടെ ഒരു സിറ്റിസൺഷിപ്പിലേക്കൊക്കെ മാറാനുള്ള അവസരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് 2002 സാന്റാ മോണിക്ക എന്ന ചെറിയൊരു തുടക്കത്തിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതാണ് ഞങ്ങളുടെ ജേർണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ ഇന്ന് 10-24 വർഷമായി ഇന്ന്. കാരണം ഇത് ഒരുപാട് വെല്ലുവിളികളുള്ള മേഖലയാണ്. കാരണം ഇന്ന് 30ഓളം രാജ്യങ്ങളിൽ 850 യൂണിവേഴ്സിറ്റികളിലേക്ക് ആൾക്കാരെ നിരന്തരം ഞങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഞങ്ങളുടെ ഒരു വിജയമെന്ന് പറയുന്നത് ഒരാൾ അല്ലെങ്കിൽ അടുത്ത ആളുടെ റെഫറൻസ് വഴിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വളർച്ചയും വിജയവും എന്നൊക്കെ പറയുന്നത്. നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്നോ അത് കണ്ടുപിടിച്ച് അവർക്ക് പറ്റിയ യൂണിവേഴ്സിറ്റീസ്, കോഴ്സ്, രാജ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായി നമ്മൾ പഠിച്ച് അവർക്ക് വേണ്ട അവസരം ഏതാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിലാണ് നമ്മുടെ ഒരു മികവ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഇത്രയും കാലത്തെ ഞങ്ങളുടെ ഒരു സർവീസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെഫറൻസും ഒരു സപ്പോർട്ടുമാണ് ഞങ്ങളെ ഈ ഒരു വിജയത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് ഈ ഒരു മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫീൽഡാണ്. ഒരുപാട് ഏജൻസീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷനാണ്. അതുപോലെ തന്നെ അവർ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ വരെയും ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നും ഇപ്പോൾ ഈ ഒരു ബ്രാൻഡായിട്ട് തന്നെ സാന്റാ മോണിക്ക നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റിക്വയർമെൻറ്റ് ഒരു സ്റ്റുഡൻറ്റ് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ ഇവിടെ നിന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് വരെ എത്തിക്കുമ്പോൾ ആ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് അത് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ മേഖലയിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഏജൻസികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ ഒരുപാട് പരാതികൾ ഈ രംഗത്ത് വരാറുണ്ട്. ഞങ്ങളെപ്പോഴും പറയുന്നത് ഈ ഒരു രംഗത്തേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരുപാട് മോഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായ ഒരു ദിശാബോധം കൊടുക്കുകയും ഏറ്റവും നല്ല അവർക്ക് പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. അതിൽ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രധാന ഘടകം. നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു 24 വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് ആ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ആ രാജ്യത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായ അറിവുണ്ടാവണം. ആ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ രാജ്യത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരാളെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 1-2 രാജ്യങ്ങളിൽ നിന്നല്ല ഈ ആവശ്യമായ, അതായത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഏത് രാജ്യത്താണ് പോകാൻ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തെ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരുമായിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ ചെന്ന് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഒരു വിജയത്തിൻ്റെ പാതാവിലേക്ക് നീങ്ങാനും പറ്റും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ രംഗത്ത് കൊടുക്കുന്ന സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കൗൺസിലിംഗ് ആണ്. അത് കൃത്യമായിട്ട് അവരുടെ ഒരു കഴിവിനും
അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടും എല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം അവർക്കുള്ള ആപ്ലിക്കേഷൻ സപ്പോർട്ട്, വിസ സപ്പോർട്ട്, അത് കഴിഞ്ഞ് അവരുടെ ട്രാവൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റിങ് തുടങ്ങി അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് പിക്കപ്പ്, ഇനിഷ്യൽ അക്കോമഡേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എൻഡ് ടു എൻഡ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ആ കുട്ടി ഇവിടുന്ന് പോകുന്ന ആൾക്കാരുമായിട്ട് ആ ബന്ധം അവിടെ പോയി കുട്ടി കോളേജ് ചേർന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ചേർന്നതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. അവർ ആയിട്ട് നിരന്തരം അവരുമായിട്ടുള്ള ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അവർ തന്നെയാണ് ഞങ്ങളുടെ വളർച്ച എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരുപാട് റെഫറൻസുകൾ വരുന്ന ഈ കുട്ടികൾ പോയവരിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു സ്റ്റുഡൻറ്റിനെ വിടുക എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സ്റ്റുഡൻറ്റിൻ്റെ ഫ്യൂച്ചർ അനുസരിച്ചിരിക്കാൻ ആ ഒരു ഫാമിലിയുടെ ഫ്യൂച്ചർ എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സർവീസ് കൊടുക്കാനുള്ള രീതിയിലേക്ക് ഇത് മാറിയത് കൊണ്ടാണ് ഈ ഒരു 24 വർഷത്തെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സാന്റാ മോണിക്കയ്ക്ക് എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് എത്രത്തോളം ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഏതൊക്കെ കൺട്രീസിലാണ് നമ്മുടെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്? സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഏതാണ്ട് 56ഓളം ബ്രാഞ്ചുകളിലായിട്ട് 2200ഓളം സ്റ്റാഫിൻ്റെ ഒരു സർവീസാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. കാരണം എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാഫ് സ്ട്രെങ്താണ് നമുക്കുള്ളത്. അവർ വഴിയാണ് ഈ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനും അവർക്ക് വേണ്ടിയുള്ള സർവീസും ആഫ്റ്റർ സർവീസും എല്ലാം നൽകുന്നത്. സ്റ്റഡി അബ്രോഡ് അല്ലാതെ വേറെ എന്തൊക്കെ സർവീസ് നമ്മുടെ സാന്റാ മോണിക്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സാന്റാ മോണിക്കയെ സംബന്ധിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് കൂടാതെ ഞങ്ങൾക്ക് സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്, സാന്റാ മോണിക്ക ഫിൻടെക് ഉണ്ട്, സാന്റാ മോണിക്ക ഫോറക്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ മാത്രമല്ല, ഞങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും. നമുക്കറിയാം കേരളത്തിലെ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ്, പിന്നെ ഈ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ആൾക്കാരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക രാജ്യങ്ങൾ കാണാം. ഞങ്ങളെ സംബന്ധിച്ച് 193 രാജ്യങ്ങളിലേക്ക് വിസ സർവീസ്, ടിക്കറ്റിംഗ് സർവീസ്, ടൂർ സർവീസ് എല്ലാം ഈ കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് 25,000-ഓളം ആൾക്കാരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ വഴി വിദേശത്ത് ടൂറിനായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ടൂറിനായിട്ടും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന സ്ഥാപനത്തെ. അപ്പോൾ ആ രംഗത്തുള്ള ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ഇന്ന് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതല്ല, ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്നും ആ രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ആ രാജ്യങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യാനും അവിടുത്തെ യാത്രയും അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും ഭക്ഷണവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ജനവിഭാഗമായിട്ട് കേരളത്തിലുള്ള ആൾക്കാർ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം അതുപോലെ തന്നെ കേരളത്തിലേക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ കേരളം കാണാൻ വേണ്ടി ടൂറിസ്റ്റുകളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ കൂടുതൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ ആൾക്കാരുടെ വരുമാനത്തിൽ മാറ്റങ്ങൾ വരും. ഒരു വലിയ മാറ്റങ്ങളിലേക്ക് തുടക്കങ്ങളാണ് നമ്മൾ ഈ അടുത്ത 3-4 വർഷമായിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിലേക്ക് അതുപോലെ തന്നെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും നമുക്ക് കഴിയണം. ഇതാണ് നമ്മൾ സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഒരു ആഗ്രഹം. സോ എന്തൊക്കെയാണ് സാന്റാ മോണിക്കയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഈ വർഷം, ഈ അടുത്ത 2-3 വർഷത്തേക്ക് വലിയ ഈ സാന്റാ മോണിക്ക ഗ്രൂപ്പിൻ്റെ ഒരു വിപുലീകരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഞങ്ങൾ ഇന്ത്യയിൽ പ്രസൻസ് ഉള്ളത്. മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് സാന്റാ മോണിക്ക ടൂർസ് ആൻഡ് ട്രാവൽസിന് സ്റ്റഡി അബ്രോഡിൻ്റെ ബ്രാഞ്ചുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ GCCയിലെ ഇപ്പോൾ അബുദാബിയിലും ബഹ്റിനിലും മാത്രമേ ഓഫീസുള്ളൂ. ഇനി അത് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട്. സൗദി, ഖത്തർ, കുവൈറ്റ്, ഒമാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ പുതിയ ഓഫീസ് തുടങ്ങുന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പാൻഷനാണ് ഞങ്ങളുടെ ഈ ഇനി വരുന്ന 2-3 വർഷത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അജണ്ട തന്നെ. ഓക്കെ, സോ തീർച്ചയായിട്ടും ഗ്ലോബലി ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്ന സാന്റാ മോണിക്കയ്ക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും വേൾഡ് നമ്പർ 1 തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സാർ, നമ്മളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു. സോ ഇന്നത്തെ അടുത്തറിയാമിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്തൊരു സെഗ്മെൻറ്റിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ദേവിക. ബൈ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും
ഒട്ടേറെ പ്രിയം ഉള്ള ബാംഗിൾസ്, അതും എസ്പെഷ്യലി വൈറ്റ് റോഡിയം ബാംഗിൾസ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് പറക്കാട്ടിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂമിലുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മളുടെ എല്ലാ ഷോറൂമിലും, കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള പറക്കാട്ടിൻ്റെ ഷോറൂംസിനും, ബാംഗ്ലൂർ, അതുപോലെ ഹൈദരാബാദ്, മലേഷ്യ തുടങ്ങി മറ്റെല്ലാ സ്ഥലങ്ങളിലുള്ള ഷോറൂംസിലും ഈ ഒരു വൈറ്റ് റോഡിയം അല്ലെങ്കിൽ നമ്മളുടെ വൈറ്റ് ഗോൾഡ് ഫിനിഷിൽ വരുന്ന ബാംഗിൾസ് ഉണ്ട്. ഇതെല്ലാം പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡാണ്. നമ്മൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. നമ്മൾക്ക് വാഷ് ചെയ്തെന്നോർത്തോ വെള്ളം, സോപ്പ്, ഷാംപൂ ഇതൊന്നും ഉപയോഗിച്ചു എന്നോർത്ത് പറക്കാട്ട് ജുവൽസിന് എൻ്റെ ഓർണമെൻറ്റ്സിന് യാതൊരു കംപ്ലൈൻസും സംഭവിക്കുന്നതല്ല. തേയ്മാനത്തിലൂടെ മാത്രമാണ് പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സിന് കംപ്ലൈൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ട്. പറക്കാട്ട് ജുവൽസിൻ്റെ ബാംഗിൾസും റിങ്സ് അല്ലെ ചെയിൻസ് എല്ലാം നമ്മൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം. പിന്നെ ടെൻഷനൊന്നും വേണ്ട, പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സിന് എവിടെയാണെങ്കിലും സർവീസ്, ലൈഫ് ടൈം സർവീസ് ലഭ്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യത്തിൽ നിന്ന് അല്പം വിട്ടുപോയി. നമ്മൾക്കിന്ന് ഇവിടെ വൈറ്റ് റോഡിയം അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് ഫിനിഷിൽ വരുന്ന ബാംഗിൾസ് പരിചയപ്പെടാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ എടുത്തു കാണിക്കുന്നില്ല, ഓരോന്നും ഇതാ പറയാം. നല്ല കട്ടിങ്ങും മാറ്റ് ഫിനിഷും എല്ലാം അടിച്ചിട്ട് തിന്നായിട്ട് ഒരു പവൻ പൊലിമയിൽ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ താഴേക്ക് വരുന്ന രീതിയിലുള്ള തിന്നായിട്ടുള്ള ബാംഗിൾസ് ഉണ്ട്. 6 ആഗ് മോഡലിൽ വരുന്ന ബാംഗിൾസ് വരുന്നുണ്ട്. ഇനി ഇതാ കുറച്ചുകൂടെ ഒരു ഫ്ലാറ്റായിട്ടുള്ള പരന്ന ഷേപ്പിൽ വരുന്ന, ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അല്പം ഉരുണ്ട കമ്പിയിൽ വരുന്ന ബാംഗിൾസാണ്. ഇതെല്ലാം നമ്മൾക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ അല്പം ഫ്ലാറ്റായിട്ട് വരുന്ന ബാംഗിൾസ് വരുന്നുണ്ട്. ഇനിതാ ഇത് നോക്കിക്കോ, അല്പം കൂടെ 6 ആഗ് ആയിട്ടുള്ള, 6 ആഗിൻ്റെ തന്നെ മറ്റൊരു പാറ്റേണാണ്. അതിൻ്റെ ഒരു മോഡൽ വരുന്നുണ്ട്. അല്പം കൂടെ തിക്കായിട്ടുള്ള വൈറ്റ് റോഡിയം ഫിനിഷ് ബാംഗിൾസാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് വൈറ്റ് റോഡിയം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പാറ്റേൺസ് എല്ലാം ലഭ്യമാണ്. വൈറ്റ് ഗോൾഡ് ഇല്ലാതെ തന്നെ, അതായത് പ്ലെയിൻ ഗോൾഡൻ ഫിനിഷിലും നമുക്ക് കിട്ടും. പിന്നെ ഇതൊക്കെ കുറച്ച് ഡിസൈനർ കളക്ഷൻ ബാംഗിൾസാണ്. കണ്ടില്ലോ, ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. അല്പം 6 ആഗ് ആയിട്ട് വരുന്നത്, 3 ലെയറിൽ വരുന്ന ട്രെൻഡി ആയിട്ടുള്ള, ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ കാണുന്നത്. പിന്നെ അല്പം ലീഫ് മോഡലിൽ വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് ഒരു എക്സ്ക്ലൂസീവ് എന്ന് വേണേൽ പറയാം. കുറച്ച് ഇനാമൽ എല്ലാം വർക്ക് ചെയ്തിട്ട് വരുന്ന, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. നല്ല റോസ് കളറും എല്ലാം ചേർന്നിട്ടുള്ള വൈറ്റ് ഗോൾഡ് ഫിനിഷും ഗോൾഡൻ ഫിനിഷും ഒക്കെ വന്നിട്ട് 3 ടോണിൽ വന്നിരിക്കുന്ന. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 6 ആഗ് മോഡൽ. ഇതിൻ്റെ കട്ടിങ് എല്ലാം നോക്കി എത്ര ഫിനിഷ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി മോഡൽ. ഒരുപാട് പാറ്റേൺസ് ഉണ്ട്, കണ്ടോ. ഇതെല്ലാം ട്രെൻഡി ഡിസൈൻസാണ്. ഇതിൻ്റെയൊക്കെ ഒരേ ഡിസൈനല്ല, ഒരുപാട് കളക്ഷൻസ്. 6 ആഗ് മുന്തിരി വള്ളി പോലെയുള്ള ഈ ബാങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻസാണ്. പിന്നെ നല്ല ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സിമ്പിൾ എലഗൻറ്റ് ഡിസൈനാണ് ഈ ഒരു 6 ആഗ് എന്ന് പറയുന്നത്. 6 ആഗിൽ തന്നെ മറ്റൊരു മോഡൽ പിന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ 6 ആഗിൽ തന്നെ വരുന്നത്. പിന്നെ കണ്ടോ, കമ്പി വന്നിട്ട് അതിൽ വളരെ തിന്നായിട്ട് ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഓടുന്ന ബോൾസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ബാംഗിൾസ്. പിന്നെ അല്പം ഫ്ലാറ്റായിട്ട് വീതി കുറച്ചുകൂടെ വരുന്ന രീതിയിൽ വരുന്ന ബാംഗിൾസ്, അല്പം തോടിച്ച ബാംഗിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി പറയുവാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നേരിട്ട് കാണുന്നതിനും പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ക്വാളിറ്റി, ഡിസൈൻസ് എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂം സന്ദർശിക്കുക. കൂടാതെ നമ്മളുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യുക. കൂടുതൽ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പറക്കാട്ട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും കൂടെ ചെക്ക് ചെയ്യുക. ഐക്കോണിക് ഇൻവെസ്റ്റിംഗ്.
ഉയർന്ന വിജയശതമാനവും ഉന്നത നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും ഒരുക്കി കൊല്ലം ജില്ലാ അതിർത്തിയായ ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിവിധ കോഴ്സുകളിലായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ട്രെയിനിംഗ്, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ BSc BBA കോഴ്സുകളിൽ അഡ്മിഷൻ നേടാം. ഏറെ ജോലി സാധ്യതയുള്ള BSc ഫോറൻസിക് സയൻസ്, BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc കാർഡിയാക് ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc Radiography and Imaging Technology, BSc Operation Theatre and Anesthesia Technology, BSc Optometry, BSc Medical Lab Technology, BSc Nursing അഡ്മിഷൻ നേടാം. ഉടൻ വിളിക്കൂ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെങ്കോട്ട, തമിഴ്നാടു. ഫോൺ 04633233222. മറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളെ പോലെ വെറും സ്റ്റഡി അബ്രോഡ് മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് അവിടെ ആവശ്യമായ ജോബ് റിക്രൂട്ടിംഗും ലീഗൽ സപ്പോർട്ടിംഗും സിൽവർ വിങ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. സോ ഫ്ലൈ വിത്ത് റാഫേൽ സിൽവർ വിങ്സ് ആൻഡ് ഫുൾഫിൽ യുവർ ഡ്രീംസ്. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. പേര് പോലെ തന്നെ ഇവിടെ എല്ലാവരും ഹാപ്പി ആവാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ? എത്രയായി? 4 മാസം. ഫസ്റ്റ് വിസിറ്റ് ആണോ ഹാപ്പി ലാൻഡ്? ഫസ്റ്റ് ഔട്ടിംഗ് ആണോ? ചക്കരി എന്താ പേര്? ഓക്കെ, എന്താ പേരെന്താ? എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. എവിടെയാ? അടിമലത്ര. നിങ്ങളെല്ലാവരും ഒരു ഫാമിലി ആണോ? ഓക്കെ, എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താവോ? ചേർന്ന് നിന്നോളോ. എന്താ പേര് മോന്റെ? സാംസൺ. സാംസൺ. സാംസൺ എത്രയിലാ? 6ല്. മിനി. മിനി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. എവിടെയാ സ്ഥലം നിങ്ങളുടെ? ഞങ്ങൾ വിഴിഞ്ഞം പോവാറ് റൂട്ട് സോമതീരമൊക്കെ കേട്ടിട്ടില്ല, ആ ഭാഗത്താണ്. അങ്ങോട്ടാണല്ലേ? സന്തോഷ്. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഹായ് സ്മിത്ത്. ഹായ് ഹായ് പറ ആദ്യം. ഹായ്. ഹായ്. ഇനി പേര് പറ. സ്മിത്ത്. സ്മിത്ത് എത്രയിലാ? LKG. ഇപ്പൊ എവിടെയാ നിൽക്കുന്നേ? നമ്മളിപ്പോ എവിടെയാ? ഹാപ്പി ലാൻഡ്. ഹാപ്പി ലാൻഡ്. ഹാപ്പി ലാൻഡ് എങ്ങനെയുണ്ട്? ഒരു ഹാപ്പി അല്ലാതെ പറയുന്നേ. ഹാപ്പി ലാൻഡ് ഹാപ്പി ആണോ? അടിപൊളിയാണോ? ഏതിലാ പോയേ ഇപ്പോ? ഏത് റൈഡിലാ പോയത്? കാർ ഓടിക്കേണ്ടത്. കാർ ഓടിച്ചോ? ആരുടെ കൂടെ കാർ ഓടിച്ചേ? തിരിഞ്ഞേക്ക്. ആരുടെ കൂടെ കാർ ഓടിച്ചേ? ചേട്ടൻ്റെ അവിടെ. ചേട്ടൻ്റെ കൂടെ. ആരാ കാർ ഓടിച്ചേ? ചേട്ടൻ. എന്നിട്ടോ ഇടിച്ചോ? എത്ര പേരെ ഇടിച്ചു? കുറെ പേരെ ഇടിച്ചു. അങ്ങനെ ഇടിക്കാമോ കാർ ഓടിക്കുമ്പോ? പിന്നെന്തിനാ ഇടിച്ചേ? ഞാനല്ല കാർ ഓടിച്ച, ചേട്ടനാണ്. അപ്പൊ ചേട്ടനോട് പറയണ്ടേ, ചേട്ടാ ഇടിക്കാതെ കാർ ഓടിക്കുന്ന പറയണ്ടേ? അച്ഛ അവിടെ നിന്നോണ്ട് ഇതിനെ പിടിച്ച് തിരിക്കുകയും വളച്ചും വയ്ക്കുമ്പോ അവിടെ വണ്ടികളിൽ ഇടിക്കും. അപ്പൊ അതാണ് അച്ഛനും ചേട്ടനൊന്നും കാർ ഓടിക്കാൻ അറിഞ്ഞൂടാ അല്ലേ? ഇനി എന്താ പേരെന്താ മോളുടെ? മെറിനാണ് ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇടിക്കുകയൊന്നും ചെയ്യരുത്, നേരെ നോക്കി വളയ്ക്കാതെയും തിരിക്കാതെയും വേണം കാർ ഓടിക്കാൻ അല്ലേ? ഹലോ, പിന്നെ ഏതിലൊക്കെ പോയി? ഡാഷിംഗ് കാറിലല്ലാതെ വേറെ ഏതിലാ പോയേ? പേടിച്ചു. ഫുള്ള് പോയോ? ഇല്ല. ഒരു രഹസ്യം പറയട്ടെ, ആരോട് പറയരുത്. ഞാനും ഗോസ്റ്റ് വില്ലയിൽ കയറിയിട്ട് തിരിച്ചോടി വന്നതാ. എന്നോട് നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ? ഫസ്റ്റ് ടൈം ആണല്ലേ? ഇയാളാണോ വന്നിട്ടുള്ളത് സ്കൂളിൽ നിന്ന്? ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. അപ്പൊ നീയെ കൊണ്ടുവന്ന ഇവരെ? അമ്മ നമുക്ക് ഹാപ്പി ലാൻഡിൽ പോന്ന് പറഞ്ഞാ? ഇനി സ്കൂളിൽ ചെന്നിട്ട് പറയണ്ടേ ഫ്രണ്ട്സിനോടൊക്കെ? ഫ്രണ്ട്സുമായിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടോ? ഇപ്പോഴാണോ ഇഷ്ടപ്പെട്ടെ? ഇപ്പം. അത് അച്ഛനമ്മയൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് വെറുതെ പറയുന്നതാണ് എന്ന് നമുക്കറിയാം അല്ലേ? ഇല്ല.
അപ്പോൾ ഒരു പാട്ട് പാടുന്നോ? ഒരു പാട്ട് പാടുന്നോ? പുണ്യകുട്ടി പാടുവോ? പാട്ട് പാടിയ ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റ് തരും. വേണ്ട, സിമ്പിൾ വേണ്ട. എന്നാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ നമ്മ പാടിക്കോ. Tingle, tingle, little star, how I wonder what you are. Half a balloon was so high, like a diamond in the sky. അപ്പോൾ ഓക്കെ, അടിപൊളിയായിട്ട് പാടിയല്ലോ. സ്മിത്ത്, ഒരു ഗിഫ്റ്റ് തരട്ടെ? അപ്പോൾ ഹാപ്പി ലാൻഡിൽ കളിക്കാനായിട്ട് ഒരു ഗിഫ്റ്റ്. Thank you. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാം. ബൈ. താങ്ക് യു. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നേരുന്നു നല്ല ദിനങ്ങൾ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Neela Catters. Sponsored by Red Chillies Catering. Co-powered by St. Mary's Group of Institutions. Co-presents വിദേശ പഠനവും മികച്ച ജോലിയുമാണ് ലക്ഷ്യമെങ്കിൽ റാഫേൽ സിൽവർ വിങ്സ്.